ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മത്ത വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. മത്തങ്ങ ചിലതൊക്കെ മൂത്തിട്ടുള്ളൂ, എല്ലാം മൂക്കാൻ കാത്തു നിൽക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോഴത്തേന് മുള്ളം പന്നി വന്നിട്ട് 2-3 തിന്നുപോയി. അപ്പോൾ കുറച്ച് കയ്പുണ്ട്, അത് ഒന്ന് വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിളവെടുക്കാൻ വെച്ചിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ പോലത്തുള്ളവർക്കൊന്നും സബ്സ്ക്രൈബ് കുറവാണ്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആരും പരിഗണിക്കുന്നില്ല. ഇത് നമ്മൾ വിത്തെടുക്കാൻ വെച്ചിട്ട് പഴുപ്പിക്കാൻ നിർത്തിയതാണ്. 2-3 ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ കുറച്ച് പൊട്ടിച്ച്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാണ്. അവർ തന്നെ ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറക്കി വിട്ടിട്ട് അവരും ഇതൊക്കെ കണ്ടു വളരട്ടെ. മത്തങ്ങ കണ്ടപ്പോൾ അത് പൊന്തിക്കാൻ നോക്കുക. ചെറുതും വലുതായിട്ട് നമുക്ക് ഒരുപാട് മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പാടത്തിൻ്റെ ഒക്കിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മൾ ചാണകപ്പൊടിയും കടലപ്പിണ്ണൊക്കെയാണ് ഇതിന് അടിവളമായിട്ട് നൽകിയുള്ളത്. വേറെ പ്രത്യേകിച്ച് പരിചരണമൊന്നും മത്തങ്ങയ്ക്ക് ആവശ്യമില്ല. മത്ത കൃഷി എളുപ്പമാണ്. പിന്നെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1-2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനച്ചാൽ മതി. പിന്നെ പറമ്പ് മൊത്തം ഇങ്ങനെ പടരും. അതിന് തലപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ സ്ഥലമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പടത്തി വിടുന്നു. മത്തവള്ളിയുടെ ഇടയിൽ ഒരു മുളകുണ്ട്, മാലിമുളക് എന്ന് പറയും. മത്തവള്ളി വലുതായപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി. നല്ല പഴുത്ത് തുടുത്തിട്ട് വിത്തിന് പാകമായതാണ്. നമുക്കിത് ഒരു അർബാന കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു അർബാന മത്തങ്ങയും ഒരു വെള്ളരിക്കയും കുറച്ച് കായ്പയ്ക്കൊക്കെ കൂടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.